ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. അർദ്ധരാത്രി കഴിഞ്ഞ് 12:30 ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. തുടരെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് അർജന്റീന കളത്തിൽ ഇറങ്ങുന്നത്. സുവർണ പാതുകത്തിനായുള്ള പോരാട്ടത്തിൽ മെസ്സി എംബാപ്പയ്ക്ക് പിന്നിൽ രണ്ടാമതാണ്. അനൂപ് ചന്ദ്രശേഖർ ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അനൂപ്, ഇനിയും മണിക്കൂറുകൾ മാത്രമാണ്. ഈ രാത്രി അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്നതിൽ സംശയമില്ലല്ലോ. അവസാന ഘട്ടത്തിൽ ഈ രണ്ട് ടീമുകളുടെ കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ്? ആരാധകർ എത്രത്തോളം ആവേശത്തിലാണ് അനൂപ്? ഗൗതമ, ഇന്നത്തെ ദിവസം ശരിക്കും ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ഏകദേശം ഉറക്കമില്ലാത്തൊരു രാത്രി തന്നെയാണ്. കാരണം ആരാണ് ലോക ഫുട്ബോളിൻ്റെ തലപ്പത്തെത്തുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർ. ഈ ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോളിൻ്റെ ഒരു രാജാവും ഒരു രാജകുമാരൻ തമ്മിലുള്ള മത്സരം എന്നാണ് ഇപ്പോൾ ആരാധകരൊക്കെ തന്നെ പറയുന്നത്. കാരണം ലയണൽ മെസ്സിയും സ്പെയിനിൻ്റെ ലെമിൻ യമാലും തമ്മിലുള്ള ഒരു പോരാട്ടമാകും എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. കണക്കുകളും കണക്കുകളും ഒക്കെ തന്നെ ഇപ്പോൾ നിരന്നു കഴിഞ്ഞു. കണക്കിലെ കരുത്തിൽ അർജന്റീനയാണ് മുന്നിലെങ്കിലും സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോക കിരീടം തേടിയാണ് കളത്തിലിറങ്ങുന്നത്. സ്പെയിൻ ഇതിനു മുമ്പ് 2010 കിരീടം നേടിയത്. അതേസമയം അർജന്റീന ആകട്ടെ 2022 കിരീടം നിലനിർത്താൻ വേണ്ടിയാണ് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത്. ഈ ലോകകപ്പിൽ ഇതുവരെ അർജന്റീന 19 ഗോൾ അടിച്ചു. അർജന്റീനയുടെ മുന്നേറ്റ നിരയും സ്പെയിൻ്റെ മിഡ്ഫീൽഡും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്നത്തെ മത്സരം. ഇരു ടീമുകളുടെയും പ്രധാന താരങ്ങൾക്കാർക്ക് തന്നെ പരിക്കില്ല. അതുകൊണ്ട് വളരെ ആവേശത്തോടുള്ള ഒരു മത്സരമായിരിക്കും ഇന്ന് നടക്കുക. അർജന്റീന നായകൻ ലയണൽ മെസ്സി ലോകകപ്പ് ചരിത്രത്തിൽ മറ്റൊരു റെക്കോർഡിന് ഒപ്പം എത്തുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 3 ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന രണ്ടാമത്തെ താരമെന്ന പ്രത്യേകത ഇന്നത്തെ മത്സരത്തിലൂടെ ലയണൽ മെസ്സിക്ക് സ്വന്തമാകും. ഇതിനു മുമ്പ് ബ്രസീലിലെ കഫു ആണ് ഇങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. കഫു 94, 98, 2002 ലോകകപ്പിലാണ് ഈ നേട്ടം സ്വന്തമാക്കിയെങ്കിൽ ലയണൽ മെസ്സി 2014, 22, 26 ലോകകപ്പുകളായി 3 ലോകകപ്പുകൾ ഫൈനൽ കളിച്ചിരുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡിനും ഉടമയും. ഒപ്പം ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടവും ശക്തമാവുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ 3 ഗോൾ അടിച്ചാൽ ലയണൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനാകും. കാരണം 10 ഗോളുമായി ഇപ്പോൾ കിലിയൻ എംബാപ്പയാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ബൂട്ടുകളിലേക്ക് ആരാധകർ ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ്. ലയണൽ മെസ്സി കൊടുക്കുന്ന പാസുകളും അതുപോലെ ഗോളുകളും ഒക്കെ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരുപക്ഷെ അർജന്റീനയുടെ വിധി നിർണ്ണയിക്കുക. ലോകമെങ്ങുള്ള ആരാധകർ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ അനൂപ്, എന്തായാലും വ്യക്തമാണ്. രാത്രി 9:30 മുതൽ ഈ ഫുട്ബോൾ ആവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഷോ ഉണ്ട്. എല്ലാ പ്രേക്ഷകരും കാണുക. ആ ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഫുട്ബോളിന്റെ ആഗോള ആവേശത്തിലേക്ക് എത്താം. പിന്നീടുള്ള തുടർ മണിക്കൂറുകൾ മുഴുവൻ സമയവും ജനം TV ഈ ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട ഷോ തന്നെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക.